അപ്പൊ ചെങ്ങാമ്പർ അന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ സൂവിലേക്ക് ഒരു യാത്ര ആയിട്ട് ചെങ്ങാമ്പർ അടിപൊളി സംഭവം അല്ലേന് സിഗലിൽ നിന്ന് നേരെ വന്നപ്പോൾ ഫസ്റ്റ് റേറ്റ് കണ്ട് കയറിട്ട് വണ്ടി ആയിട്ട് നമുക്ക് അത്യാവശ്യം ഒരു 2-3 കിലോമീറ്റർ പോകാനുണ്ടിട്ട് ചെങ്ങാമ്പർ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറേണ്ട ശേഷം അവിടെ ഫ്രീ പാർക്കിങ്ങിലൊക്കെ കിട്ടുന്ന ഉള്ളിലേക്കാണ് കയറിട്ട് ഒരാൾക്ക് 30 ദിറംസാണ് പറയുന്നത്, രണ്ടാൾ കൂടി 60 ദിറംസാണ്ടായിട്ടാ. അങ്ങനെ അവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി കുറയുന്നു വിചാരിക്കുകയാണ്. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിലേക്കാണ് സൂവിൻ്റെ ഉള്ളിലേക്കാണ് കയറിയിട്ട് വല്ലാത്ത സംഭവം. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ട് വീഡിയോ ഷൂട്ടൊക്കെ ഉള്ളിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് വീഡിയോ ഷൂട്ട് എടുക്കാൻ പറ്റിയ ഏരിയകളാണ് ഉള്ളിലുള്ളത്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ടും നോക്കി ടിക്കറ്റും പൊന്തി പിടിച്ച് നടന്ന് നേരെ സ്കാനറും വെച്ചതിന് ശേഷം നേരെ ഉള്ളിലേക്കാണ് കയറി അല്ലേൻ സൂവിലേക്ക്. അല്ലയിൽ വന്നിട്ട് 7 വർഷത്തിൻ്റെ മേലായിട്ട് നമ്മൾ ഇപ്പോഴാട്ടോ അല്ലേ സൂവിലേക്ക് കയറുന്നത്. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കയറുന്നോടത്തന്നെ സംഭവങ്ങളും അടിപൊളിയായിട്ട് കുട്ടികൾക്ക് കളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾ അസർക്കാണ് പോയത്. ഒരു 4:30 ടൈം ആയിട്ടുണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഏരിയകളൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി നടത്തും. ഒരു 2-3 കിലോമീറ്റർ നടക്കണം ഉള്ളിലെ കൂടി ചെങ്ങന്മാരങ്ങൾ കാണണമെങ്കിൽ. അതേപോലെ നമ്മളെ സഫാരികളുണ്ട്, അതേപോലെ വണ്ടിയിൽ കയറാൻ വേറെ റേറ്റ് ആണ്. അങ്ങനെ കൂടി ജഗപ്പൊക്കെ മുന്നിൽ തന്നെ അത് കടുവ അമ്പടി ചിഞ്ചുണ്ടാക്കി ഉള്ളിലേക്ക് കയറിയപ്പോൾ കടുവല നടക്കുന്ന ചെങ്ങന്മാര് ഭയങ്കര സന്തോഷവും. അതേപോലെ ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ഇങ്ങനെ കാണുന്നത്. അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ചു നേരം നോക്കി അവര് വീഡിയോ എടുത്തതിന് ശേഷം അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ചെങ്ങന്മാർ. എന്നിട്ട് അവിടുന്ന് കണ്ടതിന് ശേഷം കുറച്ചു നേരം മുന്നേക്ക് നടന്ന് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളം മസ്റ്റായിട്ട് കയ്യിൽ വെച്ചുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നടക്കാനുണ്ട് ഉള്ളിൽ. അതേപോലെ വണ്ടി ഏൽപ്പിക്കുന്നവർക്ക് വണ്ടി ഏൽപ്പിക്കുക, അത്യാവശ്യം കുറച്ച് പൈസ കൂടുതൽ 70 ദിറംസ് അങ്ങനെ എന്തോ ഉണ്ട്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അല്ലേ സൂ എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാൻ പറ്റും. അതേപോലെ അതിലെ ടൈമും കാര്യങ്ങൾ ഗൂഗിളിൽ നോക്കിയതിന് ശേഷം മാത്രം വന്നാൽ മതി. ടൈം വരുന്നത് 7 മണിയാണ്, രാത്രി 7 മണി PM ലാസ്റ്റ് ടൈം ക്ലോസ് ആകുന്ന ടൈം ഇട്ട ചെങ്ങന്മാർ. സൂവിലേക്ക് പോകാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇപ്പോഴാട്ടോ പോകേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ക്ഷീണമല്ലാതെ അറിയില്ല. അതേപോലെ ക്ഷീണം ഉണ്ടെങ്കിൽ വലിയ ജ്യൂസ് നീ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടിപൊളി സംഭവം. മുതലുണ്ട് കാര്യങ്ങൾ കുട്ടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. അതേപോലെ ഉള്ളിൽ നമുക്ക് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഏരിയകളുണ്ട്. അതേപോലെ വലിയ സംഭവമാക്കിയിട്ടൊന്നും വരരുത്. എന്ന് വെച്ചാൽ ഒരു എന്റർടൈൻമെന്റ് മാത്രമായിട്ട് കാണാൻ, ഒരു ഫണ്ണി ആയിട്ട് കാണാം. നിങ്ങൾ വിചാരിക്കും സൂവിൽ ഇപ്പോൾ ഒന്നുമില്ല, വീഡിയോയിൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷെ ഞങ്ങൾ ടൈം നേരം വൈകിക്കൊണ്ട് കുറേ സ്ഥലങ്ങൾ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാര്യങ്ങൾ കാണാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ കറക്റ്റായിട്ട് ഒരു 3 മണി അല്ലെങ്കിൽ നേരത്തെ കാലത്ത് വരാൻ നോക്കുക. ഞങ്ങൾ 4:30 ആയപ്പോഴത്തേനും കുറേ ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 മണിക്ക് ക്ലോസ് ആക്കുന്നതുകൊണ്ട് കുറേ കൗണ്ടറുകൾ ക്ലോസ് ആക്കിയിരുന്നു. ഇതേപോലെ അല്ലേത്ത് ഇമാറാത്തിന് വീഡിയോസിൽ കാണണമെങ്കിൽ ഫോളോ ചെയ്തുകൊള്ളി. പിന്നെ അതേപോലെ അടുത്ത വീഡിയോയിൽ വരുന്ന നമ്മൾ നാഷണൽ ഡേ അന്ന് എവിടൊക്കെ എന്തൊക്കെ പരിപാടി നടക്കുന്നതെന്നുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്തതിലും മറക്കണ്ട. അടുത്ത വീഡിയോ കാത്തുക. ഓക്കെ, ബൈ.